എന്താ പ്രഭ, ഇതേതാ ഈ കാറ്? ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടോ? എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാത്തെ? ഇത് നന്ദന് ഗിഫ്റ്റ് കിട്ടിയതാ. ഗിഫ്റ്റ് കിട്ടിയതോ? എന്ത് ഗിഫ്റ്റ്? എന്തെങ്കിലും പർച്ചേസ് ചെയ്തപ്പോ ലക്കി ഡ്രോയിലൂടെ സമ്മാനം കിട്ടിയതാണോ? അല്ല, ഒരാൾ തന്നേ. ഏതാള്? ഇവന്റെ ഫ്രണ്ട് ഇസബല്ല. ആ കുട്ടിയും കെവിന്റെ കമ്പനിയിലാണല്ലോ. അവളൊരു സന്തോഷത്തിന് വാങ്ങിക്കൊടുത്തതാ. ഏതിന്റെ സന്തോഷത്തെ? വാലും തുമ്പുമില്ലാതെ എന്തെങ്കിലും പറയാതെ എന്താന്ന് വ്യക്തമാക്ക്. ഇസബെൽ എന്തിനാ ഇത് ഗിഫ്റ്റ് ചെയ്തേ? ഒരു സന്തോഷത്തിന് അച്ഛാ. ലക്ഷങ്ങൾ വിലയുള്ള കാറ് സന്തോഷത്തിനായി നിനക്ക് തന്നോ? ആരുടെ സന്തോഷത്തിന്? നിന്റെ സന്തോഷത്തിനോ അതോ അവളുടെ സന്തോഷത്തിനോ? ദേ, ഈ നിമിഷം ഈ കാറ് തിരിച്ചുകൊണ്ട് കൊടുത്തേക്കണം. പറഞ്ഞത് മനസ്സിലായോടാ? സിദ്ധു, ഇനി ഇതിപ്പോ ഒരു വിഷയമാക്കണ്ട. ദേ, താൻ മിണ്ടരുത്. അർഹതയില്ലാതെ കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ പറയാതെ ഇത് വിഷയമാക്കണ്ടെന്നോ? തെറ്റിന് കൂട്ടു നിൽക്കുന്നതും കുറ്റം ചെയ്തതിന് തുല്യ. അതിനിവിടെ ആര് തെറ്റ് ചെയ്തു? ഇവ മോഷ്ടിച്ചല്ലോ, അറിഞ്ഞു കൊടുത്തതല്ലേ? അറിഞ്ഞു കൊടുത്തതോ? ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം ഇങ്ങനെ അറിഞ്ഞു കൊടുക്കാൻ മാത്രം ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? ഇനി സോഷ്യൽ മീഡിയയിൽ കണ്ടതൊക്കെ സത്യമായി വരികയാണോ? അച്ഛാ പ്ലീസ്, ദൈവത്തെ ഓർത്ത് അച്ഛങ്ങനെ കടന്നൊന്നും ചിന്തിക്കില്ലേ? നിർത്തടാ. നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടോടാ? സിദ്ധു പ്ലീസ്, വേണ്ട. ഏതോ മത്സരത്തിൽ ഒന്നാം സമ്മാനവും വാങ്ങിച്ചു നിൽക്കുന്ന അഭിമാനത്തോടെയല്ലേ ഫ്രീ ആയിട്ട് കിട്ടിയൊരു കാറ് കൊണ്ടൊന്ന് നെഞ്ചി പിടിച്ചു നിൽക്കുന്നത്? അച്ഛാ ദയവായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. നീ ഞങ്ങളെയാണോ ഇൻസൾട്ട് ചെയ്യുന്നേ? ചന്ദ്രോത്ത് കേട്ടുകളിവില്ലാത്ത കാര്യം അത്. നിനക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ അവൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. അങ്ങനൊന്നും ഇല്ല സിദ്ധു. നന്ദൻ ഇപ്പൊ കാറില്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സ് അറിഞ്ഞൊരു സമ്മാനം കൊടുത്തതല്ലേ. നന്ദൻ സന്തോഷത്തോടെ നിൽക്കുമ്പോ അവന്റെ മനസ്സിടിക്കാതെ. ഇത് കേൾക്കുമ്പോഴായിരിക്കും ദേഷ്യം വരുന്നേ. നിന്റെ ഭാര്യയോട് പറഞ്ഞോ ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടിയ കാര്യം? പറഞ്ഞോന്ന്? ഇല്ല. എന്താ പറയാത്തത്? ദേവിക സൂക്ഷിച്ചിരുന്ന ഒരു പ്രധാന ഫയൽ കാണുന്നില്ല. അതിന്റെ പേരിൽ ആ പാപം അക്ഷരാർത്ഥത്തിൽ തീ തിന്നുക. നീ പ്രേമിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്ന കല്യാണം കഴിച്ച പെണ്ണല്ലടാ അവള്. തന്റെ മരുമകളല്ലേ? ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആ ഫയലിന്റെ പേരിൽ അവളുടെ MLA സ്ഥാനം തന്നെ പോയേക്കാം. എന്തെങ്കിലും ഒരു ഗൗരവം അതിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അതോ ആ ഫയൽ കാണാതായതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? സിദ്ധു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. എന്താ പൊള്ളിയോ? ഓ, പറയുന്ന കേട്ടാ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുമല്ലോ. ആ KK നായരുടെ ഫയലിൽ ദേവിക ഒപ്പിച്ചതിന്റെ പിറകിൽ നിങ്ങളല്ലായിരുന്നോ? KK നായരും ഒന്ന് നിർത്തച്ച. എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നോട് ആജ്ഞാപിക്കാൻ പറ്റുന്നോ? സിദ്ധു, ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി കാറിനൊരു ഹാരമൊക്കെ അണിയിച്ച് നഗരപ്രദർശനം നടത്തും. നാട്ടുകാരൊക്കെ അറിയട്ടെ MLA ദേവികയുടെ കുടുംബത്തിലേക്ക് അർഹതയില്ലാത്ത സമ്മാനങ്ങൾ വന്നു കയറുന്നു.